ഫാമിലിയൊക്കെ വന്ന് ഈ പരിപാടിക്കൊക്കെ വന്ന് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അതാണ് അതിൻ്റെ രണ്ടും കൂടെ കലർന്ന ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് ആണ്. അതെ അതെ. കോൺവെക്കേഷൻ്റെ വിഷമങ്ങളൊക്കെ, അതായത് ഇപ്പം എല്ലാവരും പിരിഞ്ഞതിൻ്റെ ഒക്കെ ഒരു കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. ഷൂട്ടിംഗ് ആണ്, കാരണം കച്ചറാക്കരുത് പറയും. സാധനമുണ്ട്, ഇത് എടുക്കുവാണോ? എന്നെ ഇവരിവിടെ കൂടെ കൊണ്ടുപോവാ, ഒഫീഷ്യൽ പാർട്ട്ണർ. സന്തോഷത്തോടെ ഇമോഷണൽ ആക്കണം കേട്ടോ, കുളമാക്കല്ലേ. ലൈക്ക് എനിക്കിവിടെ ആദ്യം വന്നപ്പോൾ നമ്മൾ ഭയങ്കര പേടിച്ചിട്ടാണ്. നമ്മളിപ്പം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ പേടിച്ച് ഒരു കണ്ടീഷനിലാണ് വന്നത്. പിന്നെ ഇവിടുത്തെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളും എൻ്റെ ബാച്ച്മേറ്റ്സും അവരാണ് എടുത്ത് പറയാനുള്ളത്. പുഷ്പേരി ഡെൻ്റൽ കോളേജിൽ നിന്ന് ഇനി ഞാൻ പോകുമ്പോഴാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കാൻ പറ്റുന്ന എനിക്ക് ഇവിടെ നിന്ന് ഈ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളുടെ ഓരോ മെമ്മറീസ് ലൈക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് ഇപ്പം വരെയുള്ള കുറേ മെമ്മറീസ് ഉണ്ട്. കുറേ നല്ല ഫ്രണ്ട്ഷിപ്സ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മെമ്മറി. പുഷ്പഗിരിയെ പറ്റി ഓർമ്മ വരുമ്പം പ്രത്യേകിച്ച് എനിക്ക് ഞങ്ങളുടെ ക്ലാസ് റൂംസ് ആൻഡ് ഞങ്ങളുടെ ക്ലിനിക്സ് ഒക്കെ മെയിനായിട്ട് ഓർമ്മ വരുന്നത്. പിന്നെ ഞങ്ങൾ ഇരുന്ന ഈ സ്ഥലങ്ങളും ഓടിക്കളിച്ച ഈ സ്ഥലങ്ങളും ഒക്കെ കുറച്ചും കൂടെ ആയിട്ടുള്ളത്. പ്രധാനമായിട്ടും പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ്, പിന്നെ ഞങ്ങൾക്ക് വഴക്ക് കിട്ടിയിട്ടുള്ള സമയങ്ങൾ, ഞങ്ങൾ പുറത്താക്കിയിട്ടുള്ള സമയങ്ങൾ, മെസ്സിൽ ഫുഡിലേക്ക് ഓടിപ്പോകുന്നതും പിന്നെ ക്യൂ നിൽക്കുന്നതും, എക്സാംസിൻ്റെ യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഓർമ്മയായിരുന്നു. ഇപ്പം ഞങ്ങൾ എന്തായിരിക്കുന്നു അത് ഈ കാണുന്നതൊക്കെ തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളും. ഈ കോളേജും ഇവിടെ ഓടിക്കളിച്ച ഈ സ്ഥലങ്ങളും എല്ലാം ഞങ്ങളാണ്. എനിക്ക് മാത്രമല്ല തോന്നുന്നത്, ഞങ്ങളുടെ ബാച്ചിന് എല്ലാവർക്കും അന്നേ ഗ്രാജുവേഷൻ വരാൻ പോവുക, അപ്പം ഇങ്ങനെയാണ് നമ്മൾ തൊപ്പിയൊക്കെ എറിയും, അങ്ങനെ ഒരു നമ്മുടെ മനസ്സിലൊരിതുണ്ടല്ലോ. അപ്പോൾ ഫൈനലി ആ ദിവസം വന്നെത്തി. എക്സ്പെക്റ്റേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കുറച്ച് ഇമോഷണലാണ്, കാരണം ഫാമിലിയൊക്കെ വരും. അങ്ങനെ ഒരു ഫൈനലി ഇത്രയും വർഷം കാത്തിരുന്നൊരു സംഭവം നടക്കുന്നുണ്ട്. പക്ഷേ ഇന്റേൺഷിപ്പ് കയറി ഞങ്ങൾ കയറുന്ന സമയത്തോ ഇനിയിപ്പോൾ നമുക്ക് ലൈക്ക് നമ്മളിനി എപ്പോൾ ഇറങ്ങുന്നായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ബട്ട് സ്റ്റിൽ ഇപ്പോൾ വന്ന് നിൽക്കുമ്പം ഞങ്ങൾ ഇന്റേൺഷിപ്പ് കയറി ഇപ്പം ലൈക്ക് ഗ്രാജുവേഷൻ എത്തിയോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നമുക്കുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. ദാറ്റ് ഇനി ലൈക്ക് ഇപ്പോൾ നമ്മൾ പറയാം ഗ്രാജുവേഷൻ 21st അയ്യോ അത് നമ്മൾ എക്സൈറ്റഡ് ആണ്. പക്ഷെ നാളെ ആ ഒരു സമയം കഴിയുമ്പം ഇനിയിപ്പോൾ ഉള്ളവരെ ഒന്നും എപ്പോഴും കാണാൻ പറ്റത്തില്ല, അവരോട് സംസാരിക്കാൻ പറ്റത്തില്ല. चल दिया जो ख्वाबों का कारवां, मंजिलें दिख रही हमें जाना है वहाँ. When the light turns to night, we're the children of the sun. Fight for less, fight for more, fight for everything we love. Yeah, we are the children of the sun. Here we are, we're the ones, we're the children of the sun. നാളത്തേനെ നമ്മളൊരു സർപ്രൈസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളെല്ലാം ഭയങ്കര ഞങ്ങളുടെ ബാച്ച് ഇൻറ്റേൺസ് എല്ലാവരും ഭയങ്കര ത്രില്ഡാണ്. നമ്മുടെ ഒരു മാസത്തെ ഒരു കഷ്ടപ്പാടും ഇതെല്ലാമാണ് നാളെ നമ്മൾ ബാക്കി നമ്മുടെ പേരൻസിനെയും സ്റ്റുഡൻസ് ജൂനിയേഴ്സിനെയും എല്ലാം കാണിക്കാനിരിക്കുന്നത്. അപ്പം ഭയങ്കര ത്രില്ഡാണ്, എല്ലാവരെയും പോലെ ഹാപ്പിയാണ്. ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഇമോഷണലാണ്, ടെൻഷനും വരുമെന്ന് തോന്നുന്നു. ഇപ്പം ടെൻഷൻ വരുന്നില്ല, പക്ഷെ അപ്പം ടെൻഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നു.
പിന്നെ സാധനം നമ്മൾ കാത്തിരുന്ന കുറേ സാധനങ്ങളൊക്കെ കൈ കിട്ടുമല്ലോ, തൊപ്പി അറിയാം. പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പഠിപ്പിച്ച പിള്ളേരാണ്, ഞങ്ങളുടെ കുട്ടികളാണ് എന്ന രീതിയിൽ അവരും പ്രൗഡായിരിക്കണം എന്ന ഇതാണ് എനിക്ക് ആഗ്രഹം. ഞങ്ങളോടൊപ്പം തന്നെ അവരും ഞങ്ങൾക്ക് വേണ്ടി പ്രൗഡാവട്ടെ. ഇന്നലെ ഫസ്റ്റ് ഇയർ വന്ന പോലെ പെട്ടെന്ന് ഇങ്ങനെ കഴിഞ്ഞതുപോലെ ഒരു ഫീല് വരുന്നു. കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു. ഈ പഠിത്തത്തിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് കുറച്ച് എൻജോയ്മെൻറ്റ് എവിടെയൊക്കെയോ പോയില്ലേ എന്നൊരു ഇത്. നാളെ എനിക്ക് ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ പെട്ടെന്ന് കയറി വരാൻ പറ്റത്തില്ല. എനിക്ക് ഇവിടുത്തെ അലുമിനി ആയിട്ടേ വരാൻ പറ്റത്തുള്ളൂ. നാളെ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ എനിക്ക് അവരോടൊപ്പം കുറേ സമയം സ്പെൻഡ് ചെയ്യണം, അവരുടെ കൂടെ ആയിരിക്കണം, അതിനോടൊപ്പം തന്നെ എൻജോയ് ചെയ്യണം. ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എൻ്റെ കൂട്ടുകാരോടൊപ്പം എൻജോയ് ചെയ്യണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം നാളത്തെ. ഈവൻ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും പഴയ വീഡിയോസ് ഒക്കെ ഉണ്ടാവും. ഇപ്പം ബാച്ച് ലൈക്ക് നമ്മൾ ഗ്രാജുവേഷൻ ആയതുകൊണ്ട് പഴയ വീഡിയോസ് എല്ലാം ഗ്രൂപ്പിൽ ഷെയർ ആയി വന്നുകൊണ്ടിരിക്കുക. സോ അതിങ്ങനെ ഓരോ മെമ്മറീസ് ഇപ്പം പോലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പം ഞങ്ങൾക്ക് ഇതൊക്കെ ലൈക്ക് ഇതൊക്കെ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ആയിരുന്നോ, ലൈക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള സംഭവമൊക്കെ നമുക്ക് വരുമ്പോൾ ഭയങ്കര ഇമോഷണലാവും. ഇനി അടുത്ത ദിവസം തൊട്ട് ഞങ്ങളിവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എക്സ്റ്റൻഷനും കഴിഞ്ഞ് ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം പോകാൻ ഞങ്ങൾക്ക് സ്ഥലമില്ല. ഞങ്ങളിനി ഇനി എന്താണെന്നുള്ള അതൊരു കൺഫ്യൂഷനാണ്. ഇനി എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ബിഗ് കൺഫ്യൂഷനാണ്. ആൻഡ് നല്ല ഇമോഷനായിരിക്കും. കാരണം ഞങ്ങൾക്ക് ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നവരൊന്നും ഇനിയിപ്പം അതുപോലെ ഉണ്ടായിരിക്കത്തില്ല. എന്താ പറയുക, ശരിക്കും എന്താ പറയുക, കണ്ണ് നിറഞ്ഞു പോയ കുറച്ച് നിമിഷങ്ങളായിരുന്നു. ഞാനിവിടെ കയറിയ ഇത് മേടിക്കണതൊന്നും എനിക്ക് ശരിക്കും കാണാൻ പോലും പറ്റിയില്ല. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് നല്ലൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. വന്നിട്ട് കുറേ നാളായി. ജേണി ഒട്ടും ഈസി അല്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പം ഒരു സന്തോഷമുണ്ട്, റിലീഫുണ്ട്. ഇവൻ്റെ ജേണിയിൽ കുറച്ച് ടൈം എടുത്തെങ്കിലും നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവനൊരു ഹിക്കപ്പ് ഉണ്ടായില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഫെയിലിയേഴ്സ് വരുമ്പോൾ നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. അൾട്ടിമേറ്റ്ലി ഹി ഹാസ് ഡൺ ഇറ്റ് ആൻഡ് വി പ്രൗഡ് ഓഫ് ഹിം. Cheers to that. Right, left. I'm moving on. I got no. After 6 long years finally graduate ആയി. മോർ ദാൻ 6 years ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ സ്പെൻഡ് ചെയ്ത ടൈം കൂടുതൽ ഞാൻ ഇവിടെയാണ് സ്പെൻഡ് ചെയ്തേക്കണേ. അപ്പോൾ നല്ല വിഷമമുണ്ട് പോണേന്, പിന്നെ ഹാപ്പിയാണ്. ഞങ്ങൾക്കിപ്പം ഇന്നിപ്പോൾ കോൺവക്കേഷൻ ഇന്നാണ് ഇപ്പം ഫംഗ്ഷൻ കഴിഞ്ഞ് നമുക്കിപ്പോൾ അവിടെ കയറുന്നതിന് മുന്നേ വരെ നമുക്കൊരു എന്താ പറയുക, ഒരു പ്രത്യേകിച്ച് ഫീലിങ്സ് അങ്ങനെ നമുക്ക് സന്തോഷമുണ്ട്, സങ്കടം. പക്ഷേ ഇപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. നമുക്ക് നമ്മുടെ ബാച്ച്മേറ്റ്സിന് ഇനിയിപ്പം ഇതിപ്പം നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും കുറേ പേര് പോവും. ഇപ്പോൾ മൊത്തത്തിലൊരു വിഷമമാണ്. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഫാമിലിയൊക്കെ വന്ന് ഈ പരിപാടിക്കൊക്കെ വന്ന് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അതാണ് എൻ്റെ ഇത് രണ്ടും കൂടെ കലർന്നൊരു മിക്സ് ഓഫ് ഇമോഷൻസ് ആണ്. റിയലൈസേഷൻ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഗ്രാജുവേഷൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് സത്യം പറഞ്ഞാൽ. നാളെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് ടൈമും കൂടെ സ്റ്റേജിൽ കയറി എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്ത് ആ ഒരു ഇറങ്ങുന്ന സമയം അത് നല്ല ഹിറ്റാവും.
ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ പഠിച്ച് ഇപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ പേര് പറഞ്ഞ പോലെ തന്നെ യുണൈറ്റഡ് 13 ആണ്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഇനി ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു അത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും യുണൈറ്റഡ് ആയിട്ട് ഇരിക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇവിടുന്ന് പഠിച്ച ബേസിക് പാഠങ്ങൾ നമ്മുടെ ഫ്യൂച്ചറിലും നമ്മൾ ഡോക്ടേഴ്സാണ്. നമ്മളെ പേഷ്യൻസിനെ അതുപോലെ കെയറിങ്ങും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ഈ 49 പേരെ നമ്മുടെ കൂട്ടത്തിൽ ഇനിയും പ്രശ്നങ്ങൾ വരുമ്പം കൂടെ കാണത്തുള്ളൂ. അവരെല്ലാം ഇപ്പം ഈ 5 വർഷം എങ്ങനെയാണ് നിന്നേ അതുപോലെ തന്നെ തുടരുക, എപ്പോഴും കണക്റ്റായിട്ട് നിൽക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. പ്രോസ്തോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രീ ക്ലിനിക്കൽ ലാബുണ്ട്. അവിടെയാണ് ഞങ്ങളായി തുടങ്ങിയത് തന്നെ. ഈ 49 പേരും ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് വന്നിരുന്നതെങ്കിലും അവിടെ ഞങ്ങളുടെ വർക്കും കാര്യങ്ങളൊന്നും ഒരാഴ്ചയായിട്ടും കഴിയില്ല. കാരണം ഞങ്ങൾ അന്താക്ഷരി കളിക്കുന്നു, ഗെയിം കളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നു. മെയിനായിട്ടും ആ പ്രോസ്തോ ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രോസ്തോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രീ ക്ലിനിക്കൽ ലാബാണ് ഞങ്ങൾ ആക്കിയെടുത്തത്. ഞങ്ങളുടെ ഒരു സൗഹൃദം വർദ്ധിപ്പിച്ചതും അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും കുറേ സൗഹൃദമൊക്കെ ഒന്ന് കൂട്ടിയത് ആ ഡിപ്പാർട്ട്മെൻറ്റാണ്. എവിടെ വെച്ച് കണ്ടാലും തിരിഞ്ഞു പോകരുത്, എല്ലാവരും തിരിച്ചു വരിക. എന്താ പറയണ്ടേ എനിക്കറിയില്ല. ഇപ്പോൾ ചോദിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ എല്ലാവർക്കും ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടൊരു ബെസ്റ്റ് വിഷസ് ആയിരുന്നു. എല്ലാവരുടെ ലൈഫ് അടിപൊളിയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.